അങ്ങനെ മഞ്ജു വാര്യരുടെ സ്വന്തം കാമുകൻ വീണ്ടും അവതരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മറ്റാരുമല്ല, വൺ ആൻഡ് ഓൺലി സനൽകുമാർ ശശിധരൻ. ശരിക്കുമുള്ള വട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ. കഴിഞ്ഞ 3-4 വർഷത്തോളമായി ഇയാളെ മഞ്ജു വാര്യറെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ജു വാര്യറെ വെച്ചൊരു സിനിമ പിടിച്ച്, കയറ്റം എന്നെങ്ങാനാണ് സിനിമന്റെ പേര്. ഇവനാണ് ആ സിനിമ ഡയറക്ട് ചെയ്തേക്കുന്നത്. എന്തോ അത് ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്തില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ആ സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് മഞ്ജു വാര്യർ ഇവനൊന്ന് നോക്കി ചിരിച്ച്. അന്നേരം ഇവൻ വിചാരിച്ച എന്താണെന്ന് അറിയോ? മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നൊക്കെയാണ്. അന്നേരം മഞ്ജു വാര്യരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയതാണ് ഇവൻ, ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട്. അവസാനം ഇവനെ ശല്യം സഹിക്കാൻ പറ്റാതായപ്പോ മഞ്ജു വാര്യർ എന്ത് ചെയ്തെന്നറിയോ? നേരെ ഇവനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അങ്ങനെ പോലീസുകാരെന്താക്കി ഇവനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് നേരെ താക്കീത് കൊടുത്ത് അങ്ങ് വിട്ട്. അങ്ങനെയെങ്കിലും ശല്യം തീരട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് കാരണം ഇവന്റെ ശല്യം കൂടിയെന്നല്ലാതെ ഇവന്റെ ശല്യത്തിന് ഒരു കുറവുമില്ല. കാരണം പോലീസുകാർ ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കീത് നൽകിയപ്പോൾ ഇവൻ വിചാരിച്ചത് എന്താണെന്ന് അറിയോ? മഞ്ജു വാര്യർക്ക് ശരിക്കും തന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ഈ കേസ് മഞ്ജു വാര്യർ കൊണ്ട് ആരോ കൊടുപ്പിച്ചതാണ്. മഞ്ജു വാര്യർ ആരോ നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നെയും മഞ്ജു വാര്യരെയും പിരിയിപ്പിക്കണം. അതിനുവേണ്ടി മഞ്ജു വാര്യരെ കൊണ്ട് ഈ കേസ് മനഃപൂർവ്വം കൊടുപ്പിച്ചതാണ് എന്ന് ഇവരങ്ങ് സ്വയം സങ്കല്പിച്ച്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇവനായിട്ട് അങ്ങ് സങ്കല്പിച്ച് കൂട്ടിയതാണ്. അങ്ങനെ ഇവർ എന്ത് ചെയ്തെന്ന് അറിയോ? അതും പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതി. മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയിലാണ്, മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ്, മഞ്ജു വാര്യർ ആരൊക്കെയോ ചേർന്ന് നിയന്ത്രിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ സ്ത്രീയെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇത് മാത്രമല്ല കേട്ടോ, ഇവൻ പിന്നീട് എന്ത് ചെയ്തെന്ന് അറിയോ? ഇവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മഞ്ജു വാര്യരെ കുറിച്ച് നിരന്തരമായി പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ്, എല്ലാവരും ചേർന്ന് മഞ്ജു വാര്യരെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൂടാതെ ഇവനും മഞ്ജു വാര്യരും തമ്മിൽ സംസാരിക്കുന്നെന്ന് അവകാശപ്പെടുന്ന ഒരു വോയിസ് റെക്കോർഡ് ഇവന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡൊക്കെ കോമഡിയാണ് മക്കളെ. ഏതോ തമിഴ്ത്തി പെണ്ണിനെ കൊണ്ട് മലയാളം സംസാരിപ്പിച്ചിട്ട് അത് മഞ്ജു വാര്യരുടെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പുറത്തു വിട്ടേക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ജു വാര്യർ വിടാതെ പിടിച്ചേക്കുവാണ്. മഞ്ജു വാര്യർ ആണെങ്കിൽ ഇതൊന്നും മൈൻഡും കൂടി ചെയ്യുന്നില്ലേ. ഏതോ ഒരു വട്ടേനെ എവിടുന്നോ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്നുള്ള രീതിയിൽ മഞ്ജു വാര്യർ ഇവനെ ഒഴിവാക്കി വിട്ടതാണ്. പക്ഷെ ഇവനാണെങ്കിലോ ഒടുക്കത്തെ വട്ടു. അങ്ങനെ ഇപ്പൊ ഇവൻ ഇതാ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇവൻ ഇപ്പൊ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഞാൻ സനൽകുമാർ ശശിധരൻ. 2019 ഞാൻ കയറ്റം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അപ്പോൾ മഞ്ജു വാര്യരായിരുന്നു അതിൽ നായിക, കോ പ്രൊഡ്യൂസറും മഞ്ജു വാര്യരായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം എന്റെ ലൈഫ് ശരിക്കും ഒരു വല്ലാത്ത ഇരുളടഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പുറത്തിറങ്ങാത്തതിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഞാനും അവരും തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേപ്പറ്റി അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവർ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ക്ലച്ചസിലാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പുറത്ത് പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു, ഇവരുടെ ലൈഫിന് എന്ത് ത്രെട്ട് ഉണ്ട്, കുറെ ആളുകളുടെ ഇതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേപ്പറ്റി മറുപടി ഉണ്ടാവുകയോ അന്വേഷണം ഉണ്ടാവുകയോ ചെയ്യുന്നതിന് പകരം എന്നെ ഒരു ദിവസം പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. പോലീസ് എന്ന് പോലും അറിയുന്നില്ല, ഒരു ഇന്നോവ വാൻ, അതും എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ വാന് പാറശാലയുള്ള എന്നെ വന്ന് ചേസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടും എന്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. എനിക്കെതിരെ കേസ് അന്വേഷിക്കുന്നില്ല, വിചാരണ നടക്കുന്നില്ല. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നീയുമായിട്ട് സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ എന്റെ ലൈഫ് പ്രശ്നത്തിലാവും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. 2025 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ എന്നെ ബോംബെ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് അറിയുന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളത്ത് നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ വരുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെ എന്നെ അവിടെ വന്നു, വിമാനം കയറി അവർ വരുന്നത് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലുവയിലുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് എന്ത് കേസാണ്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് എന്നെ സെൽഫ് ബെയിലിൽ വിടുകയാണ് ചെയ്തത്. ഇതുവരെ ആ കേസിൽ അന്വേഷണം നടന്നിട്ടില്ല. എന്തായാലേ ബോംബെയിലുള്ള ഇയാളെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ ഫ്ലൈറ്റ് പിടിച്ചു വരാണ്. എന്നിട്ട് ഇവനെ ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുപോവാണ്. എന്തായാലും ഇവനൊരു റേഞ്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ. VIP അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ. എന്നാൽ ഇങ്ങനെയൊക്കെ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം പൊട്ടന്മാരാണ് ഇവിടുത്തെ പോലീസുകാരെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തായാലും ഇവന് സംസാരത്തിനിടയ്ക്ക് ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നുണ്ട് അല്ലെ, മഞ്ജു വാര്യർ എന്നെ വിളിക്കുന്നുണ്ട്, മഞ്ജു വാര്യർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എന്നോട് പറയുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ഇവന്റെ സ്വയം ഹാലൂസിനേഷൻസ് ആണ്. ഇവൻ ഏതോ ഒരു സ്വപ്ന ലോകത്താണ്. ആ സ്വപ്ന ലോകത്ത് മഞ്ജു വാര്യർ ലൈലയും ഇയാൾ മജ്നുവുമാണ്. അങ്ങനെ ലൈലായിട്ടുള്ള മഞ്ജു വാര്യറും മജ്നുവായിട്ടുള്ള സനൽകുമാർ ശശിധരനും തമ്മിൽ ഒടുക്കത്തെ ദിവ്യ പ്രണയമാണ്. ഇവര് തമ്മിൽ പരസ്പരം പിരിയാൻ പറ്റാത്ത അത്രയും പ്രണയത്തിലാണ്. പക്ഷെ ആ പ്രണയം സക്സസ് ആവാതിരിക്കാൻ വേണ്ടി ഏതൊക്കെയോ ബാഹ്യശക്തികൾ ഇടപെടുന്നു, ഇവരെ തമ്മിൽ പിരിയിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ ഇവര് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. പല വിധേനയും ലൈലായിട്ടുള്ള മഞ്ജു വാര്യർ മജ്നുവായിട്ടുള്ള സനൽകുമാറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മനസ്സിലാക്കി മജ്നുവായിട്ടുള്ള സനൽകുമാർ ലൈലായിട്ടുള്ള മഞ്ജു വാര്യരുടെ ജീവിതം രക്ഷിക്കാൻ നോക്കുന്നു. ഇതാണ് ഇയാളുടെ ഹാലുസിനേഷൻ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ കണ്ടല്ലോ വട്ടിന്ന് വിളിച്ചാണെങ്കിലും കുറഞ്ഞു പോകും. എന്തായാലും ഇയാൾക്ക് പറയാനുള്ള വാക്കുകൂടി കേട്ടോക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. എനിക്കെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. അതിൽ അന്വേഷണം നടക്കുന്നില്ല. എന്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്റെ ജീവിതം ആകെ തകർത്ത അവസ്ഥയിലാണ്.
അപ്പൊ ഇതേപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പരാതി കൊടുത്തു. ഒരു അന്വേഷണവും നടക്കുന്നില്ല. എന്റെ ആവശ്യം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള കേസ് സത്യസന്ധമാണെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടണം, വിചാരണ ചെയ്യണം, അറസ്റ്റ് നടപടികളുണ്ടാവും. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ കള്ള കേസ് എടുത്തിട്ട് എന്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് സുഹൃത്തെ നശിപ്പിക്കുന്ന പോലെ ആകുന്നത്? നിങ്ങൾക്കെതിരെ ഒരു കേസ് എടുത്തു, അത് കള്ള കേസാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെ കേസെടുത്ത സാഹചര്യത്തിൽ ആ കേസിൽ മുന്നോട്ട് നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ നല്ല കാര്യമല്ലേ? അതിലെല്ലാവരും ആഗ്രഹിക്കാറുള്ളത് സാധാരണ. ഇപ്പൊ നമുക്കെതിരെ ഒരു കേസ് വന്ന് ആ കേസിന് തുടർ നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ, നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? പക്ഷെ ഇയാളുടെ കേസിൽ മാത്രം നേരെ തിരിച്ചാണ്. ഇയാൾക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്ത കേസിൽ നടപടികളൊന്നും എടുക്കാത്തതാണ് ഇയാളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇയാൾ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയോ? ഇയാൾക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്ത കേസ് അന്വേഷിക്കണം, എന്നിട്ട് അന്വേഷണം മഞ്ജു വാര്യറിലേക്ക് നീളണം. അങ്ങനെ ആ അന്വേഷണത്തിലൊടുവിൽ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതാണ് ഇയാളുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ പറയുന്നത് എനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്ത കേസ് അന്വേഷിക്കണം എന്നൊക്കെ. വല്ലാത്തൊരു തരം ബുദ്ധി തന്നെ കേട്ടോ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഇത് പബ്ലിക്കിന്റെ ഇഷ്യൂ, പബ്ലിക്കിന്റെ നോട്ടീസിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആകെ കൂടി ഇത് എഴുതുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിന്റെ റീച്ച് വളരെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എവിടെ പറഞ്ഞു കഴിഞ്ഞാലും പത്രങ്ങളായാലും ഇത് നോട്ട് ചെയ്യാതെ പോകുന്നു, സർക്കാർ ഇത് ഏറ്റെടുക്കാതെ പോകുന്നു. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ മിണ്ടാതിരുന്നാൽ മതി. സംഭവം ഇയാൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതിന്റെ തണ്ണാണ് ഇയാൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ആരും വായിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് ഇയാൾക്ക് ആവശ്യത്തിനുള്ള റീച്ചും കിട്ടുന്നില്ല. അന്നേരം പോലും ഇയാൾ വിചാരിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയോ? ഫേസ്ബുക്ക് മനഃപൂർവ്വം തന്നെ റീച്ച് കുറച്ച് വെച്ചേക്കുകയാണെന്നൊക്കെയാണ്. സ്വയം അങ്ങോട്ട് ആലോചിച്ച് കൂട്ടാണ്. ബാക്കി പറയുന്നതായാലും ഒരു ലൈഫ് ഒരുതരം എന്താ പറയുന്ന ഒരു എൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ദയവേത് ഇതിനെ ഒരു പബ്ലിക് ഡിസ്കഷൻ ആണ്. എനിക്കെതിരെ അതെ കൊടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ ഇതെന്ന് പറയുന്നത് ആ കേസ് എല്ലാം കൊടുത്തിരിക്കുന്നത് കള്ള കേസാണ്. അതിനകത്ത് ഒപ്പ് പോലും കള്ള കേസാണ്. 164 എടുത്തിരിക്കുന്നത് പോലും ഫോർജറി ഡോക്യുമെന്റ് എന്നാണ് എന്റെ പരാതി. അപ്പൊ ഇത് അന്വേഷിച്ചാലല്ലേ അറിയാവൂ. ഞാനൊരു പരാതി പറയുമ്പോൾ അത് അന്വേഷിക്കണം. അതല്ലെങ്കിൽ തന്നെ ഇതിൽ സത്യമുള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിചാരണ നടപടികൾ നടക്കുന്നില്ല? 2022 കേസ് വളരെ ഫ്രഞ്ചായ കേസ്, ഇതുവരെയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. 2025 എനിക്ക് രണ്ടാമതെടുത്ത കേസിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാവും ഇതിനകത്ത് ഈ കേസിൽ കാര്യമില്ല, ഇത് കള്ളക്കേസാണ്. അത് മാത്രമല്ല എന്റെ ഈ സിനിമയെ പറ്റി ഇപ്പോഴും യാതൊരു ചർച്ചയില്ല. ഈ സിനിമ എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അതിപ്പോ ചോദിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇപ്പൊ എന്താണ്? ബ്ലോക്ക് ബസ്റ്റർ പടം എന്നല്ലോ, പെട്ടി കെട്ടി കിടക്കുന്ന സമയത്ത് ചോദിക്കാൻ മാത്രം. നിങ്ങൾ മഞ്ജു വാര്യർ വെച്ച് ഐഫോൺ ഒരു സിനിമ എടുത്ത് അത് റിലീസ് ആയാലും എന്ത്, റിലീസ് ആയില്ലെങ്കിൽ എന്ത്, അത് നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിന് ചുമ്മാ പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? സംഭവം ഇങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പടം റിലീസ് ആവാൻ സമ്മതിക്കാത്തത് മഞ്ജു വാര്യർ ആണെന്നൊക്കെയാണ്. ആർക്കും അറിയാമല്ലേ? ഇങ്ങനെ ആകെ കരിയറിൽ 2 പടം എടുത്തിട്ടുള്ളത്. ഒന്ന് ടോവിനോ തോമസിനെ വെച്ചുള്ള വഴക്ക് എന്ന് പറയുന്ന പടം. അത് ഇതേമാതിരി ചില പ്രശ്നങ്ങളെ കാരണം തിയേറ്ററിൽ റിലീസ് ആവാതെ മൂപ്പര് എന്ത് ചെയ്തെന്ന് അറിയോ? ഫേസ്ബുക്കിലൂടെ അങ്ങ് പടം റിലീസ് ചെയ്തു. അത് അന്ന് വൻ പ്രശ്നമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മഞ്ജു വാര്യരെ വെച്ച് കയറ്റെന്നുള്ള പടം എടുക്കുന്നത്. അതും ഇതേമാതിരി പെട്ടി കെട്ടി കിടക്കുന്ന അവസ്ഥ. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. ബാക്കി കേട്ടോ എന്തായാലും അതെ. ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്നെ സഹായിക്കാൻ വേണ്ടി എനിക്ക് പറഞ്ഞാൽ എന്റെ ഒരു കോസ് മനസ്സിലാക്കിയിട്ട് ഇത് സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെന്നാണ് അവരും പറയുന്നത്. അല്ല എന്നെ സപ്പോർട്ട് ചെയ്യണോ അങ്ങനെയല്ല പറയുന്നത്. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഗുരുതുല്യരായ കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇല്ല ഇല്ല ഞങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഇത് സത്യത്തിൽ ഇത് ഞാൻ അവരുടെ സിനിമ ഡയറക്ട് ചെയ്ത ആളാണ്. ഞങ്ങൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. പക്ഷെ ഞങ്ങൾ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിന്റെ പേരിൽ. അതാണ് ഇതാണ് ജെന്യൂൻ ആയിട്ട് ചോദ്യം. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അവർ പറഞ്ഞിട്ടില്ല അവരോടോ. ഞാൻ പറയുന്നത് ഇവർ സ്വതന്ത്രമായിട്ട് ഒരിടത്തും ഒരു പ്രസ്താവന നടത്താനോ നടത്തിയിട്ടില്ല എന്നത് നടത്താനുള്ള അവസ്ഥയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തെറ്റായ കള്ള വാർത്തകളും കഥകളും പ്രചരിപ്പിച്ചിട്ട് ഈ യഥാർത്ഥ വസ്തുത പുറത്തു വരാതെ മൂടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ ഇയാൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇത്രയും കാലം ഇയാൾ മഞ്ജു വാര്യർ പിന്നാലെ നടന്ന് വെറുപ്പിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇയാൾ മഞ്ജു വാര്യർ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും മഞ്ജു വാര്യർ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? മഞ്ജു വാര്യർ പ്രതികരിക്കുന്നില്ല. അങ്ങനെ മഞ്ജു വാര്യർ പ്രതികരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യർ ആരൊക്കെ നിയന്ത്രിക്കുന്നില്ലേ? അതല്ല സത്യം എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് മഞ്ജു വാര്യർ എന്തിനു പ്രതികരിക്കണം? ഏതോ വട്ടിന് എവിടുന്നൊക്കെയോ എന്തോ വട്ട് വിളിച്ചു പറയുന്നെന്നും കരുതി അതിനൊക്കെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ അതിനെ സമയം കാണും. പിന്നെ മാത്രമല്ല ഒരു കാരണവശാലും മഞ്ജു വാര്യർ ഇത് മൈൻഡ് പോലും ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്തെങ്കിലും കാരണവശാലും മഞ്ജു വാര്യർ ഇതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അയാൾ അവിടെ പിടിച്ചു തൂക്കും. കണ്ടോ മഞ്ജു വാര്യർ പറഞ്ഞത് കണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കാൻ തുടങ്ങും. അത് പിന്നെ മഞ്ജു വാര്യർക്ക് തന്നെ പുരുവാരായിട്ട് മാറും. അതിലും ഭേദം മഞ്ജു വാര്യർ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇന്നലെ ഇയാൾ ന്യൂസ് 8 ഒന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അതിനേക്കാളും വലിയ മുട്ടൻ കോമഡിയാണ് മക്കളെ. നമുക്കൊന്ന് കേട്ടോക്കാം. ഇന്ന് നിങ്ങൾ ഏത് വഴി അറിയുന്നത്?
ഞാൻ ഇവരെ കാണാൻ പോകുന്നു. ഓക്കെ. ഞാൻ ആദ്യം ഫോൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെ കോട്ടയത്തൊരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ അവരെ കാണാൻ പോകുന്നു. ഈ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബെനീഷ് ചന്ദ്രൻ എന്ന് പറയുന്നിട്ട് ഇവരുടെ ഒരു മാനേജറുണ്ട്, മാനേജർ എന്നാണ് പറയുന്നത്. അയാളൊന്ന് പറയുന്നു, ചേട്ടാ നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. ഈ ഹാളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, ഇവരെ കുറേ ആളുകൾ ചേർന്ന് തള്ളിക്കയറി വണ്ടിക്കകത്ത് തള്ളിക്കയറ്റുന്നു, ഓടിച്ചു പോകുന്നു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുന്നത്, സാറേ ഇതെന്താണ്, ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണോ എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിലായിരുന്നു, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു സംഗതി. ആണോ? സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിലും ഇയാൾ മഞ്ജു വാര്യരെ കോട്ടയത്ത് കാണാൻ പോയ സമയത്ത് മഞ്ജു വാര്യർ എന്ത് ചെയ്തിട്ടുണ്ടാവും, നൈസായിട്ട് ഇയാൾ ഒഴിവാക്കിയിട്ട് നേരെ കാറിൽ കയറി പോയിട്ടുണ്ടാകും. ഇത് കണ്ടപ്പോൾ ഇയാൾ വിചാരിച്ചിട്ടുണ്ടാകും മഞ്ജു വാര്യർ ആരോ തട്ടിക്കൊണ്ട് പോവാണെന്ന്. ഇതൊക്കെ ഇയാൾ ഇങ്ങനെ സ്വയം ചിന്തിച്ച് കൂട്ടുന്ന സംഗതികളാണ്. എന്നിട്ട് ഇയാൾ ഓരോന്ന് മെനഞ്ഞെടുക്കുക, എന്നിട്ട് പുതിയ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ പറയുക. മഞ്ജു വാര്യർ ആരോ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി, മഞ്ജു വാര്യർ പിന്നിൽ ആരൊക്കെയോ നിന്ന് കളിക്കുന്നുണ്ട്, മഞ്ജു വാര്യർക്ക് പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇയാൾ തന്നെ സ്വയം ഇങ്ങനെ മെനഞ്ഞെടുക്കാണ്. നല്ല രസമുണ്ട് കേൾക്കാൻ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. മതി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളെ തമ്മിൽ പരസ്പരം കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ അത്രയും വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു. എനിക്ക് അതുവരെ എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ കരുതി ഇവരെന്തായാലും പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പിന്നെ ഇവരെ സംസാരിക്കുന്നതേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മുഴുവനും ഡ്രോപ്പ് ചെയ്തു. ഏതാണ്ട് ഒരു 4-5 മാസത്തിന് ശേഷം, ഇത് നടക്കുന്നത് 2021 ഡിസംബറിലാണ് ഞാൻ ഇവരെ കോട്ടയത്ത് കാണാൻ പോകുന്നത്. അതിനുശേഷം ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ പുനരന്വേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവർ സ്വന്തമായിട്ടല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവർ ആരുടെ ഒരു ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നി. നേരത്തെ തന്നെ ഈ ഇൻസിഡൻറ്റോടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഈ പുനരന്വേഷണം നടക്കുന്ന സമയത്ത് ഇവരുടെ മൊഴി എടുത്തതിൻ്റെ അന്ന് രാത്രി ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ എന്തോ സംഗതി ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ആ പുനരന്വേഷണത്തിൻ്റെ നാൾ വഴികൾ അന്വേഷിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം പലതവണ ഈ പുനരന്വേഷണം തടസ്സപ്പെട്ടു. ഈ ദിലീപ് എന്ന് പറയുന്ന ആളുടെ ഫോണ് പിടിച്ചെടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു, അയാൾ കൊടുത്തില്ല. ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ട് അയാൾ കൊടുത്തില്ല. അത് കൊണ്ട് ഇറേസ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ എന്തോ കൊണ്ട് പോയിട്ട് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോയെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഞാനിതെല്ലാം ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അവരോട് താല്പര്യമുള്ള ഒരു ആളാണ്, എൻ്റെ സിനിമയിൽ അഭിനയിച്ച ആളാണ്, ഞങ്ങൾ പരിചയമുള്ള ആളാണെന്നുള്ള നിലയിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നതാണ്. ആ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ കരുതുന്നതിലും എന്തോ വലിയ ട്രബിൾസമായിട്ടുള്ള ഒരു ഇതിലാണ് ഇവരുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? കാരണം എനിക്ക് നേരത്തെ തന്നെ ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരുടെ കൂടെ ഈ ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആളുണ്ട്, വേറൊരു ബിനു നായർ എന്ന് പറയുന്ന ആളുണ്ട്. ഇവരെ ഇടം വലം തിരിയാൻ അനുവദിക്കാത്ത രീതിയിൽ ആണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇവർ തമ്മിൽ എന്തോ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ്, ഒരു കേജ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഈ ബിനീഷ് ചന്ദ്രനും ബിനു നായരും ഒക്കെ ഈ പറയുന്ന മഞ്ജു വാര്യരുടെ ബ്ലാക്ക് കാറ്റ്സ് ആയിരിക്കും. സാധാരണ ഒരു സെലിബ്രിറ്റിന്റെ ബ്ലാക്ക് കാറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവർ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും ഇടം വല്ലതും തിരിയാതെ ഇങ്ങനെ അവരിങ്ങനെ ഉണ്ടാവും, കൈയും കെട്ടി നിൽക്കുന്നുണ്ടാവും. അതൊരു എല്ലാ സെലിബ്രിറ്റീസിനും ഉണ്ട്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ എന്ത് വിചാരിച്ചു, ഈ ബിനീഷ് ചന്ദ്രനും ബിനു നായരും മഞ്ജു വാര്യരെ പിടിച്ചു കെട്ടാൻ വന്ന രണ്ട് ഗുണ്ടകളാണെന്നൊക്കെയാണ്. ഇയാളിനെ സ്വയം ഓരോന്നും അങ്ങനെ സങ്കല്പിച്ച് കൂട്ടാണ്. വല്ലാത്തൊരു മനുഷ്യനിഷ്ടം. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ കോട്ടയത്ത് മഞ്ജു വാര്യരെ കാണാൻ പോയ സമയത്ത് മഞ്ജു വാര്യർ കാറിൽ കയറി പോയപ്പോൾ ഇയാൾ വിചാരിച്ച് മഞ്ജു വാര്യർ ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഏതോ പരിപാടിക്ക് പോയപ്പോൾ രണ്ട് സൈഡിലും ബ്ലാക്ക് കാറ്റ്സിനെ കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചെന്താണ്, മഞ്ജു വാര്യരെ ഇടവും വലവും തിരിയാതെ ഏതൊക്കെ രണ്ട് ഗുണ്ടകൾ മഞ്ജു വാര്യർ പിടിച്ചു വെച്ചേക്കുകയാണെന്നൊക്കെയാണ്. ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടി ഓരോ കഥകളും കൂടെ അടിച്ചിറക്കന്നെ. ബാക്കി പറഞ്ഞതായിരുന്നു. പിന്നീട് ഈ കോട്ടയത്ത് പോയ സംഭവം കൂടി ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ടോട്ടലി കൺട്രോൾഡ് ആണെന്ന്. ഈ വിഷയം കൂടി ആയപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഇവരുടെ മൊഴി എടുത്തതിൻ്റെ അന്ന് ഡിസ്മാൻഡിൽ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം പേടി തോന്നി. ഇവർ ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്ക് പേടി തോന്നി. അപ്പോൾ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു, മെയിലും അയച്ചു. ഒരു തരത്തിലും മറുപടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഫേസ്ബുക്കിൽ എഴുതാൻ പോവുകയാണ്, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കിതിന് മറുപടി തരണം. ഒരു മറുപടി ഉണ്ടായില്ല. മറുപടി തരണമെങ്കിൽ ആദ്യം ആ മെസ്സേജ് കാണണ്ടേ. ആ മെസ്സേജ് അവർ ആദ്യം കണ്ടിട്ടുണ്ടോ അത് വേറെ. ചിലപ്പോൾ അവർ ആ മെസ്സേജ് നോക്കിയിട്ടും കൂടി ഉണ്ടാവില്ല. ഇവിടെ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം 100 കൂട്ടം വേറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. അതിന്റെ ഇടയിൽ കൂടെ ഇയാളുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുകയാണ്. ബാക്കി പറഞ്ഞല്ലോ. അങ്ങനെയാണ് 2022 ഏപ്രിൽ 26 തീയതിയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇത് എഴുതുന്നത്. അതായത് എനിക്ക് സ്ത്രീ അറിയാം, ഇവർ മറ്റാരുടെ ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്ന് എനിക്ക് ഭീതിയുണ്ട്, ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ എഴുതുന്നത്. ആ ഇഷ്യൂ അവിടെ തീരുമാനിക്കുന്നില്ലേ. അവർക്കൊരു കോള്, സനൽ ഇത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, സനലിന് തോന്നുന്നതാണ്, മിണ്ടിയിട്ടില്ല. 7 ദിവസം തുടർച്ചയായിട്ട് പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് പോസ്റ്റുകളിട്ടു, ഒന്നും നടന്നിട്ടില്ല. 2022 മെയ് 4 തീയതി ഞാൻ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു കത്തെഴുതി.
ഇത് മാത്രമല്ല, അന്ന് പോലീസിൻ്റെ അന്വേഷണം പലയിടത്തും ഡിസ്മാൻഡിൽ ചെയ്ത പല കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എൻ്റെ ഫ്രണ്ട് കൊല്ലപ്പെട്ട പ്രദീപിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു കത്തെഴുതി. കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ എന്തോ പ്രശ്നത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുക അതൊരു എന്താണ് വട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒരു ആക്ട് ആയിരിക്കാം. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരാളും ചെയ്യില്ലായിരിക്കും, ഞാൻ ചെയ്തു. അന്ന് രാത്രി 12 മണിക്കാണ് എനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നത്. പിറ്റേ ദിവസം 11 മണിക്ക് എന്നെ പാറശാല, ഞാനൊരു ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് എന്നെ ഒരു ഇന്നോവ കാറ് ചേസ് ചെയ്ത് ക്രോസ് ചെയ്ത് നിർത്തി എന്നെ പിടികൂടുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇയാളുടെ വട്ട് കഥകൾ എന്ന് പറയുന്നത്. ഇനിയും ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. 19 മിനിറ്റോളം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പറഞ്ഞൊക്കെ തന്നെയാണ് പിന്നെയും പറയുന്നത്. എന്നാൽ എന്തൊരു കോമഡിയാണെന്ന് നോക്കിക്കേ. സ്വന്തം ഹാലൂസിനേഷനിൽ ഓരോ കഥകളും മെനഞ്ഞെടുത്തിട്ട് അതെന്തോ വലിയ സംഭവം പോലെ പബ്ലിക്കിൽ വന്ന് അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വല്ലാത്തൊരു തരം വട്ടനെ കേട്ടോ. ഇനി ഇയാളെ കുറിച്ച് നമ്മുടെ ശാന്തിവിള ദിനേശൻ പണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും കൂടി കണ്ട ശേഷം നിർത്താം. മഞ്ജു വാര്യർ എന്ന സ്ത്രീ തൻ്റെ ആദ്യ ഭാര്യയായിരുന്നതിനാൽ മറ്റൊരു പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടാൻ അനുവദിക്കില്ല എന്ന അവളുടെ മുൻ ഭർത്താവിൻ്റെ നീചവും രോഗാതുരവുമായ മാനസികാവസ്ഥയുടെ തിക്ത ഫലങ്ങളാണ് താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സനൽകുമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ദിലീപാണ് ഇപ്പോൾ മഞ്ജു വാര്യരെ എന്നോട് അടിക്കാൻ സമ്മതിക്കാത്തത് എന്നാണ് ഈ പൊട്ടം പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു എത്ര ബോർണാണെന്ന് ആലോചിച്ച് കേളുന്നു. കോളേജ് പഠിക്കുമ്പോൾ ബ്രില്യൻ്റ് ആയിരുന്നു എന്ന്, വളരെ ബുദ്ധിയുള്ള ചെറുപ്പക്കാരനായിരുന്നു എന്ന് പറയുന്നു. നല്ല സിനിമകൾ എടുത്തപ്പോഴും എനിക്ക് തോന്നി ഇയാൾക്ക് ബുദ്ധിയുണ്ടെന്ന്. പക്ഷേ ഈ പെൺവിഷയം വന്നപ്പോൾ ഇയാളൊരു പൊട്ടനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപ് അവരെ ഡൈവേഴ്സ് ചെയ്തു, ദിലീപ് വേറെ കല്യാണം കഴിച്ചു, അതിൽ കുട്ടിയായി, അയാൾ കേസിലും വഴക്കിലും ഒക്കെ പെട്ട് നക്ഷത്രക്കാലൻ എന്ന സമയത്ത് ഈ മഹാന്റെ പുറകെ നടക്കുന്നു എന്നാണ് ഇയാൾ പറയണേ. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ദിലീപാണ് മഞ്ജു വാര്യരെ നിയന്ത്രിക്കുന്ന സനൽകുമാർ പറഞ്ഞ ആ ശക്തി അല്ലേ? അങ്ങനെ പറ. ഇപ്പോലെ ആളെ പിടികിട്ടിയത് എന്തായാലും കൊള്ളാം. സംഭവം മുട്ടൻ കോമഡി ആയിക്കണ്. ഒരു സിനിമക്കുള്ള വകുപ്പുണ്ട് എന്തായാലും. ഇതൊക്കെ ചുമ്മാ കണ്ട് ചിരിച്ച് തള്ളി വിടാന്നല്ലാതെ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് തേടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.